സുഹൃത്തുക്കളെ, ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാണ്. ഇതൊന്ന് പരീക്ഷിച്ചാൽ എന്താണെന്നല്ലേ? പോകാം വീഡിയോയിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, നിലാവ് നക്ഷത്രവും ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏത് വീട്ടിലല്ലേ ചെടികളൊക്കെ ചെടിച്ചട്ടിലൊക്കെ നട്ടു വളർത്താനായിട്ട് ആരാ ഉള്ളതല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ചിലപ്പോൾ നമ്മൾ നട്ടു വളർത്തുമ്പോൾ നമുക്ക് അതിന് തക്കതായ പൂക്കളൊന്നും അതിൽ വരാതിരിക്കുന്നത് സങ്കടമാവും. എന്നാൽ നല്ല സൂപ്പറായിട്ട് അതിന് പൂവൊക്കെ വരാനും അതുപോലെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പച്ചക്കറിക്ക് വിളവൊക്കെ കിട്ടാനുമായിട്ടുള്ളൊരു ഉഗ്രസൂത്രമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുവാണെങ്കിൽ അത് 100% ഉറപ്പുള്ള ഒരു കാര്യമായിരിക്കണം അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ അത് ഫേക്കായി പോവും. അപ്പം ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ചെടികളൊക്കെ വളരെ കുറവാണ്. ചെടികളില്ലാന്ന് വേണം തന്നെ പറയാം. ചെടിച്ചട്ടിയിലൊന്നും എൻ്റെ വീട്ടിൽ ചെടികൾ വെക്കാറില്ല. പക്ഷേങ്കിൽ അങ്ങനെ ചെടികൾ വെച്ച് നല്ല രീതിയിൽ പൂവിട്ട് നിൽക്കുന്ന ഒരു വീടുണ്ട്. അപ്പോൾ അവർ അതിന് ചെയ്യുന്ന സൂത്രപ്പണി എന്ന് വന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മൾ ഈ കാണുന്നുണ്ടോ ഫ്ലവർ നഴ്സറി ഒന്നുമല്ല, എൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിലെ പൂക്കളുടെ തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രദർ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ ഈ സാധനം പറയാൻ പോകുന്ന ഈ സംഭവം ഇതിൻ്റെ താടി വെച്ചിട്ടാണ്. നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും ഇത് ചെയ്യാറുണ്ട് അല്ലേ മോളെ? ഇത് ഇവരുടെ പച്ചക്കറിത്തോട്ടമാണ് കേട്ടോ. ഇതിനകത്തും സെയിമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാനും ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇതാരാ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ കൂടിയാണോ? അപ്പോൾ ഇതും ഇവരുടെ പച്ചക്കറിത്തോട്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള സംഗതിയിലേക്ക് പോവാം. നമ്മുടെ പൂച്ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും ബെസ്റ്റാണ് ഞാൻ ഈ പറയുന്ന കാര്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ വളർത്തുന്നൊരു സംഭവമാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. അത് നമ്മുടെ സൗന്ദര്യ വർദ്ധന വസ്തുവായിട്ടും അതുപോലെ ഹെയർ ഫോളിനും ഒക്കെ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഹെയർ ഫോളിനും മുഖക്കാന്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഈ കറ്റാർവാഴ. എന്നാൽ മിക്ക വീട്ടിലും ഇത് കണ്ടമാനം ഒത്തിരി വളർന്നു വരുന്നുണ്ട്. നമ്മൾ വേസ്റ്റായി കളയുവാണ് ചെയ്യുന്നത്. ചിലത് സെയിൽ ചെയ്യാറുണ്ട്. ആയുർവേദ കടകളിലൊക്കെ കൊണ്ട് കൊടുത്താൽ അതെടുക്കും. അല്ലാതെ വെറുതെ ഇതിൻ്റെ തണ്ടുകൾ ഇവിടെ തന്നെ കണ്ടില്ലേ ചീഞ്ഞ് പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും വേസ്റ്റ് ആക്കാതെ നമുക്കെല്ലാം ഉഗ്രം വളമായിട്ട് ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഈ കറ്റാർവാഴയുടെ ഈ തണ്ടുകൾ ഞാൻ പറയുന്നത് പോലെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ചെടികളിൽ നല്ലതായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനും അതുപോലെ പച്ചക്കറികളിലൊക്കെ പെട്ടെന്ന് പൂവിടുവാനും അതിന് നല്ല വേരോട്ടം കിട്ടുവാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കറ്റാർവാഴയുടെ 2 ഇതളുകൾ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കറ്റാർവാഴയുടെ നമ്മുടെ റൂട്ടിംഗ് ഹോർമോണാണെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെടികളായാലും അത് നടാൻ കമ്പുകൾ നടാനെടുക്കുവാണെങ്കിൽ അത് നട്ടുകൊടുക്കാൻ നമ്മൾ ഈ കറ്റാർവാഴ ജെല്ലിൽ ഇതിപ്പം ഇങ്ങനെ ഇതിൻ്റെ മൂട് ഭാഗം കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് നമ്മളിത് മണ്ണിൽ കുഴിച്ച് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ വേരുകൾ പിടിക്കും. 100% ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വിത്തുകൾ പാവാനാണെങ്കിലും അതുപോലെ തൈകൾ നടാനാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ജെല്ല് അതിൽ പൊട്ടിന് ശേഷം നമ്മൾ നട്ടു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അതിന് വേര് പിടുത്തം ഉണ്ടാവും. നമ്മുടെ ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ കറ്റാർവാഴ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ ജ്യൂസായിട്ട് എടുക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ മുള്ളുകളൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ ജ്യൂസ് ഞാൻ പച്ചക്കറികളിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പം ചെടികൾക്കും നല്ല വ്യത്യാസമുണ്ട്. നല്ലതായിട്ട് പൂവിടാനും അതിൽ റൂട്ടൊക്കെ നന്നായിട്ട് ഓടി വളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാനും ഒക്കെ ഇത് സഹായിക്കും. അതിങ്ങനെ ഞാൻ അരിഞ്ഞിതാ മിക്സിയുടെ കപ്പിലാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ അടിച്ചെടുക്കാം. അങ്ങനെയാണ് നമ്മൾ കറ്റാർവാഴയുടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 3 ഇരട്ടി വെള്ളം കൂടെ ആഡ് ചെയ്യണം. നമുക്കിത് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ സ്പ്രെയറിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഇച്ചിരി കൊഴുകൊഴുപ്പുള്ളതുകൊണ്ട് നമ്മളെ സ്പ്രെയറൊക്കെ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അത് പാടാണ് സ്പ്രേ ചെയ്യാൻ. അപ്പോൾ നമ്മൾ കൈവച്ചതിങ്ങനെ മൂട്ടിത്തിരി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇത് ചെടികളുടെ ഇലകളിലും തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇത് ഒരു തവണ യൂസ് ചെയ്തിരുന്നു. എനിക്ക് അതിൽ നല്ല വ്യത്യാസം തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ വീട്ടിൽ ചെടികളിലെ ചുവട്ടിൽ ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ല ക്വാണ്ടിറ്റി അവർക്കുണ്ട്. കറ്റാർവാഴ ഉള്ളതുകൊണ്ട് ഒരു ചെടികളുടെ ചുവട്ടിലൊക്കെ ഇതുപോലെ ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പൂവുകളൊക്കെ ഉണ്ടാവാൻ അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതെൻ്റെ പച്ചക്കറികളുടെ ചുവട്ടിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പൂവിട്ട ശേഷമായിരുന്നു ഞാൻ ഇത് ചെയ്തത്. പക്ഷേ എനിക്ക് ആ പൂവുകളെല്ലാം തന്നെ കായകളായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. ജൈവപരമായിട്ട് രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ജൈവപരമായ രീതിയിലുള്ള കൃഷിയാണ് ഞാനെല്ലാം ചെയ്യുന്നത്. എൻ്റെ തക്കാളികളിലൊക്കെ തന്നെ ഇട്ട പൂക്കളെല്ലാം തന്നെ
കായകളായിട്ട് വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. എല്ലാം തന്നെ കാ പിടിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതാണ് മെയിനായിട്ട് കാര്യം. നമ്മൾ ഓരോ കീടനാശിനികളോ അല്ലെ വളങ്ങളോ ഒക്കെ അമിതമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ചെടികളൊക്കെ കരിഞ്ഞ് പൂവെടുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. തക്കാളികളിലും മാത്രമല്ല, എൻ്റെ എല്ലാ പച്ചക്കറികളിലും ഞാനിത് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു തവണ. ഇത് സെക്കൻഡ് ടൈമാണ് ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് പ്രാക്ടിക്കലല്ല. കാരണം ഇത്രയും നമ്മൾ കറ്റാർവാഴ ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എനിക്കിതിപ്പോൾ കുറച്ചേ ഉള്ളൂ. എനിക്കിപ്പോൾ ഞാൻ കൃഷിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ചെടികൾ കാണുന്നത് ഇത് നല്ല എഫക്റ്റീവാണ് ഈ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.